അവരുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും ಗೊತ್ತು. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിൽ ചൊല്ലത് കുല്ലു അമലി ഇബ്നി ആദം ലഹു ഇല്ല സിയാം. കുല്ലു അമലി ഇബ്നി ആദം ലഹു. ഒരു ആദമര മനുഷ്യ അവന് എന്ത് അമലാക്കിയെങ്കിലും അത് അവനുക്കുള്ളതായിരിക്കും. ಅದರ ಕೂಲಿ ಅವನಿಗೂ ನಿಶ್ಚಯಿಸಿ ಕೊಡ್ತಾರೆ. ಅದಕ್ಕೆ ಅಡಿസ്ഥാನത്തിലായിരിക്കും. ಇಲ್ಲ ಸೌಮ ಫಹುವಲಿ, ನೋಂಬು ಮಾತ್ರ ಅವನಿಗುಳ್ಳದಲ್ಲ. ಇದರ ಅರ್ಥ ಅಂದ್ರೆ ಎಲ್ಲಾ ನಿಸ್ಕಾರവും ನಂಗೆ ನಿಸ್ಕರಿಕ್ಕಿರ, ನಂಗೆ ಜಕಾತ್ ಕೊಡ್ಕರ, ನಂಗೆ ಬೇರೆ ಇಬಾದತ್ ಆಕ್ರ, ಅದೆಲ್ಲವೂ ನಂಗೆ വേണ്ടിട്ടേ ആക്കരുത്. അത് നമുക്ക് വേണ്ടിട്ട് ആക്കാത്ത ഒരു ഇബാദത്തും ഇല്ല. മാത്രമല്ല നോമ്പിന്റെ വിഷയത്തിൽ അല്ലാഹു പ്രത്യേകമായിട്ട് ചൊല്ലത് എന്തുകൊണ്ടിട്ടു? അല്ലാഹു ചൊല്ലതെന്ದ್ರೆ വഅന അജ്സി ബിഹി, അവനുക്കുള്ള അതുക്കുള്ള കൂലിരെ നാണവും കൊടുക്കുക. അഥവാ ഈ ഹദീസിനെ വിശദീകരിക്കുന്നവരുടെ പണ്ഡിതന്മാർ ചൊല്ലത് എല്ലാ ഇബാദത്തും അല്ലാഹു കൃത്യമായ ഒരു കൂലി നമുക്ക് നിശ്ചയിച്ചു തന്നതാണ്. നിസ്കാരത്തെ വിഷയത്തിൽ അല്ലാഹു ചൊന്ന ഒരാള് നിസ്കരിക്കുക വന്നെങ്കിൽ ഒരു വ്യക്തിക്ക് 10 കൂലി കിട്ടുന്നത്, 10 2 കിട്ടുന്നത്, 10 3 കിട്ടുന്നത്, അങ്ങനെയുള്ള ഒരു കണക്ക് ചൊന്ന. പിന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഒരു മനുഷ്യ, ഒരു മുസ്ലിമായ മനുഷ്യ അവന് നല്ല ഒരു ഖൈറാക്കുക അവന് മനസ്സിൽ നിയത്താക്കി. മൻ ഹമ്മ ബിൽ ഹസന, ഒരാൾ നല്ലതാക്കുക വിചാരിച്ചു, അങ്ങനെ നല്ലതാക്കുക വിചാരിച്ചിട്ട് അവനത് ആക്കുക ആയില്ല. ഒരാൾ വിചാരിച്ചിട്ട് ജാവു നമുക്ക് നിസ്കരിക്കണം, അല്ലെങ്കിൽ നാളെ ഒരു ജുസു ഖുർആൻ ഓതണം, അയാൾ ഒരു ഖൈർ മനസ്സിൽ വിചാരിച്ചിട്ട് അയാൾക്ക് ആക്കുക ആയില്ലെങ്കിൽ കുത്തിബ ലഹു ഹസന, അവനത് അല്ലാഹു ഒരു ഹസനത്തെ, ഒരു ഖൈറെ, ഒരു കൂലി, ഒരു നന്മരെ കൂലി അല്ലാഹു നൽകി, ഒരു ഹസനത്ത് അല്ലാഹു നൽകി. പിന്നെ അവನು ആ ഹസനത്തെ അവನು വിചാരിച്ചതായ ആ അമലരെ അവನು ആക്കിയാണ്ടായെങ്കിൽ അവനക്ക് 10 കൂലി അല്ലാഹു ಖಂಡಿತമായിട്ട് കൊടുക്കണം. 10 കൂലി ഒരു ഇബാദത്ത്, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലി, ഒരു പേജ് ഖുർആൻ ഓതിയെങ്കിൽ 10 കൂലി അല്ലാഹു ಖಂಡಿತമായിട്ട് കൊടുക്കണം. അത് 700 ഇരട്ടിത്തോളം അത് യാറായിട്ട് പോകും. ചിലപ്പോൾ അത്രയും കൂലി ഇരട്ടിയായിട്ട് അല്ലാഹു കൊടുക്കണം. കണക്കില്ലാണ്ട് 700 ഇരട്ടിത്തോളായിട്ട് ഹദീസിൽ വന്നത്. പണ്ഡിതന്മാരെ ചൊല്ലത് ഈ നോമ്പെടുത്ത ആളുകൾ അതിരാട്ടിയാറ് കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണം. അതിരാട്ടിയാറ് കൂലി ഒരു നാളത്തെ നോമ്പ് ഒരു മുസ്ലിമായ മനുഷ്യർക്ക് കിട്ടുന്നുണ്ടായിട്ട് അല്ലാഹു ചൊല്ലേ, അവൻ ഇന്നമാ യത്റുകു തആമഹു വ ശറാബഹു മിൻ അജ്ലി, അവನು ഫുഡ് തിന്നിട്ടില്ല, അവನು തണ്ണി കുടിച്ചിട്ടില്ല, അവനക്ക് പൈച്ചിട്ടും അവന് തിന്നാട്ട് അവനക്ക് താകായിട്ടും അവന് കുടിക്കാട്ടിന്നത് എന്തുകൊണ്ടിട്ടു? അജലി, അവന് നക്ക് വേണ്ടിയിട്ടായിട്ട് അവൻ ഇതെല്ലാം ആക്കിയത്. അതുകൊണ്ട് അവനുള്ള കൂലിനെ നാട് കൊടുക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കൂലിയായിട്ട്